ഒരുപാട് പേരെ മാഷെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എൻ്റെ വീഡിയോ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പരാജയപ്പെടുകയാണ്. എനിക്കൊരു റുട്ടീൻ നിങ്ങൾ പറഞ്ഞു തരുമോ? അതായത് ഡോക്ടർ നമ്മളുടെ മെമ്പർ തന്നെയാണ്, പക്ഷേ ഡോക്ടറുടെ ഇപ്പോഴത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ബിസി ഷെഡ്യൂളാണ് ഡോക്ടർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു പ്രത്യേക പാക്കേജ് വേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. അതായത് എണീറ്റ് ഉടനെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 45 മിനിറ്റ്സ് അതിന് കണ്ടക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, മിനിമം ഹാഫ് ആൻ അവർ. ആൻഡ് ഫ്രം ദ റൂം ഇറ്റ് സെൽഫ് യു ക്യാൻ ഡു സം ഓഫ് ദ എക്സസൈസസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് ചെയ്യണം അല്ലേ? കാരണം എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ വീഡിയോൻ്റെ പ്രോഗ്രഷന് അതിന്റെ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് സമയമായിട്ട് കളഞ്ഞു പോകണം. പക്ഷെ അത് ഫസ്റ്റ് ആയിട്ട് കാണാൻ പാടില്ല അല്ലേ? ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനൊരു 45 മിനിറ്റ്സ് കമ്മിറ്റ് ചെയ്യാതെ അതെ നമ്മളെ പേഴ്സണൽ കെയറിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു ജോലിയിൽ ഏത് ജോലിയിൽ കയറുകയാണെങ്കിലും വി ഹാവ് ടു കെയർ അവർ ഓൺ ബോഡി. ബിക്കോസ് ബോഡി ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടും അത് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഹെൽത്ത് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ഒരു 5 days ചെയ്താൽ മതി. കേരളക്കാരെ ഇന്ത്യൻസിന് അല്ലെ കേരളക്കാരെ സംബന്ധിച്ചും ഇന്ത്യൻസിനെ സംബന്ധിച്ച് അങ്ങനെ വേ ഓഫ് ലൈഫ് ആയിട്ടില്ലത്. വെസ്റ്റേൺസ് ഒക്കെ വിത്ത് ഫാമിലി ദേ വിൽ ബി ഗോയിങ് ഔട്ട് ആൻഡ് വിൽ ബി ഹാവിങ് എ ഫാമിലി വാക്ക്. നമ്മളിപ്പോൾ രാവിലെ പല്ല് തേക്കുക കുളിക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു കമ്പൽസറി റുട്ടീൻ ആയിട്ട് ഇത് മാറണം. ലൈഫിന്റെ ഒരു പാർട്ട് ആവണത്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ 1-2 ദിവസം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഒരു ടു ഡു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു രാവിലെ ഒരു കാരണവശാലും ഫോണോ തൊടരുത്, എക്സസൈസ് തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ 2 ദിവസം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ഒരു റീമൈൻഡർ വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു വർക്കൗട്ട് ഒരു പ്ലാൻ ഉണ്ടാകുന്നത് നന്നായിരിക്കും. അത്തരത്തിലുള്ള കുറേ പ്ലാനുള്ള കുറേ വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഡോക്ടർ എ ആൻ്റണി എൻ്റെ PhD ഗൈഡാണ്. അദ്ദേഹം PVS മോഡൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഇപ്പോൾ അദ്ദേഹം പർപ്പസ്ഫുള്ളി വിൽ ബി വാക്കിംഗ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഹി വിൽ ബി ഇൻ ഡ്യൂട്ടി. അതായത് ഒരു മണിക്കൂർ കഴിയുമ്പോഴും അതിന് ഒരു 100 മീറ്ററെങ്കിലും നടന്നു വന്നിട്ടുണ്ട്. പിന്നെ ആ സിറ്റിലിരിക്കുന്നു. അത് നല്ലൊരു തീമാണ്. അതും ഡോക്ടേഴ്സിന് ഫോളോ. പക്ഷേ ഡോക്ടേഴ്സ് എപ്പോഴും ഭയങ്കര ബിസി ആയതുകൊണ്ട് രാവിലെ കാരണം ലൈഫ് സ്പാൻ ഏറ്റവും കുറഞ്ഞൊരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയാണ് ഡോക്ടേഴ്സ് തന്നെ. തീർച്ചയായിട്ടും. കാരണം മറ്റുള്ളവരുടെ ആരോഗ്യം പരിചരിക്കുന്നിടയിൽ സ്വയം ആരോഗ്യം മറന്നു പോകുന്ന ഒരു വിഭാഗം പോകാൻ പാടില്ല. അതുമല്ല some doctors they will be having some importance in their life and their career that physical activity should be there. When considering health, fitness and wellness. നിങ്ങൾ ആരാന്ന് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി കേട്ടോ. ഇത് സേഫ് മാഷ് എന്ന് പറയും. സേഫ് സാറ് ഡോക്ടറേറ്റ് കിട്ടിയാണ് സ്പോർട്സ് മെഡിസിനിലല്ലേ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിന് ഫിഫാന്റെ എന്തൊരു ട്രെയിനർ, റഫറീസ്, ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറാണ്. അതെ. പിന്നെ ഇവിടെ ആരോഗ്യ കൂട്ടായ്മയുടെ ചീഫ് ഇൻസ്ട്രക്ടർ നമുക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം.